പുതിയ DGP നിയമനം കൂത്തുപറമ്പ് രക്തസാക്ഷികളോടുള്ള കടുത്ത വഞ്ചനയാണ്. ഇവിടെ എന്തിൻ്റെ പേരിലായിരുന്നു ഇപ്പോൾ CPM അന്ന് സമരം നടത്തിയത്? ആ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ സ്വാശ്രയ കോളേജ് നടത്തുന്നത് CPMകാർ തന്നെയാണ്. അന്ന് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ച ആളിനെ DGP ആക്കുന്നതിനെതിരെ P. ജയരാജൻ പറഞ്ഞ കാര്യം പിൻവലിക്കുന്നത് പാർട്ടിയുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇത് രക്തസാക്ഷികളെ വഞ്ചിച്ചുകൊണ്ടുള്ള കടുത്ത ഒരു അനീതിയാണ് ഈ ഗവൺമെന്റ് കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ തിരുത്തണം. അന്ന് പ്രതി ചേർത്തത് തെറ്റാണെന്ന് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അത് കാണിക്കാതെ അദ്ദേഹത്തിനെതിരല്ല. കാരണം അന്ന് കൂത്തുപറമ്പ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ കലാപമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഇത് അമിത്ഷായുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു ഉദ്യോഗസ്ഥനെ പിണറായി വിജയൻ DGP ആക്കുമ്പോൾ അത് അമിത്ഷായുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഇത് 15 വർഷം കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം പ്രവർത്തിച്ച് സ്വാഭാവികമായി IPS ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെയല്ല, ഏറ്റവും സുപ്രധാനമായ ഇന്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിയമനം ലഭിച്ച ആളെയാണ് ഇപ്പോൾ DGP ആക്കിയിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയന് കഴിഞ്ഞകാല സഖാക്കളോടോ അവരുടെ സമരങ്ങളോടോ ഒന്നും ഒരു പ്രതിബദ്ധതയും ഇല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂത്തുപറമ്പ് സമരം ഒരു തെറ്റാണെന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറാകണം. കൂത്തുപറമ്പ് സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ പശ്ചാത്തപിക്കുന്നതിന് മുഖ്യമന്ത്രി പറയാൻ തയ്യാറാകണം. ഏതായാലും DGPയുടെ ആദ്യത്തെ സന്ദർശനവും പരിപാടിയും കണ്ണൂരായത് വളരെ നന്നായി. പക്ഷേ സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാർ P. ജയരാജൻ പിൻവലിച്ചാലും ഈ പിൻവലിച്ചോ? അദ്ദേഹം പറഞ്ഞത് പ്രഭദ ചന്ദ്രശേഖരന് ഈ കേസിൽ കൂത്തുപറമ്പ് വീഡിയോ കേസിൽ പങ്കുണ്ടെന്ന പാലക്കാട് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഉറച്ച് പിന്നെ നിങ്ങൾ പറഞ്ഞ എന്താ സമ്മർദ്ദം പിൻവലിച്ചു? അല്ല, ഞാൻ പറഞ്ഞത് ഈ അഴകുഴമ്പൻ നയം P. ജയരാജൻ അവസാനിപ്പിക്കണം. അഴകുഴമ്പൻ നയം വേണ്ട. കൂത്തുപറമ്പ് സമരം തെറ്റാണെന്ന് പറയാം, അല്ലെങ്കിൽ പറയട്ടെ. അന്നെടുത്ത നിലപാട് തെറ്റാണെന്ന് പറയട്ടെ. അങ്ങനെ പറയാതെ രണ്ട് ഭാഗത്തും ഒന്ന് സർക്കാരിൻ്റെ തീരുമാനം അംഗീകരിക്കുന്നെന്നും മറ്റേത് കൂത്തുപറമ്പിലെ വെടിവെപ്പുമായി ബന്ധപ്പെട്ടതിൻ്റെ പ്രതിയെ ആണ് നിയമിച്ചതെന്നും പറയുന്നതിൽ അവ്യക്തതയുണ്ട്. ഏതായാലും രക്തസാക്ഷികളോട് ഓരോ ഘട്ടത്തിലും അവർ കാണിക്കുന്ന തികഞ്ഞ നിന്ദ്യമായ നടപടിയാണ്. ഒറ്റ കാര്യം കൂടി ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇന്ന് KPCC യോഗത്തിൽ ക്യാപ്റ്റൻ മേജർ വിവാദവുമായി ബന്ധപ്പെട്ട് അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. ഇപ്പം അതിനെപ്പറ്റി ഒന്നും പറയുന്നത് ഞാൻ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. വയനാട് പുനരധിവാസം ഒച്ചിൻ്റെ വേഗതയിലാണ് മുന്നോട്ട്. യാതൊരു വ്യക്തതയുമില്ല. ധാരാളം സംഘടനകൾ സഹായിക്കാൻ തയ്യാറാണ്. ധാരാളം സംഘടനകൾ ജനങ്ങളിൽ പണം പിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് യൂത്ത് കോൺഗ്രസ്. പണം തരാൻ തയ്യാറാണ്. അല്ലെങ്കിൽ പണം ഉപയോഗിച്ച് വീടുകൾ വെക്കാൻ തയ്യാറാണ്. ഭൂമി കൊടുക്കണ്ടേ? ആ ഭൂമി കൊടുക്കാതെ ഇങ്ങനെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയാണോ? അപ്പോൾ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് വളരെ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. അതിലൊരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള പരാതികളൊന്നും ഞങ്ങൾക്കാർക്കും ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് വളരെ മാതൃകാപരമായ നിലയിൽ പണം പിരിച്ച് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പണം അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വാങ്ങാനുള്ള നടപടിയും ആ ഭൂമി നൽകാനുള്ള നടപടിയും ഒക്കെയാണ് നമ്മുടെ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പല സ്ഥലത്തും ഇപ്പോൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായി എന്നുള്ള രീതിയിലാണ് പ്രചരണങ്ങളൊക്കെ നടക്കുന്നത്. പല നേതാക്കളുടെയും യുവ നേതാക്കളുടെയും ഒക്കെ ഫോട്ടോകളൊക്കെ വെച്ച് ദയവ് ചെയ്ത് ഏതായാലും നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കരുത്. അതിനുള്ള അവകാശം ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ ഹൈക്കമാൻഡിന് നൽകണം. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ ആരും പ്രഖ്യാപിച്ചില്ല. 11 മാസം ഇനിയും കിടപ്പുണ്ട്. ആരാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോകുന്നത്?